എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷബീർ പുള്ളിയിൽ. ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ലോകവ്യാപകമായി കൊണ്ട് കൊറോണ പടർന്നു പിടിക്കുമ്പോൾ അതിൻ്റെ അന്താളിപ്പിലാണ് നാം എല്ലാവരും ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവനവൻ്റെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സമയത്ത് കൃത്യമായ സമയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രതിപാദിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് കപ്പാസിറ്റി വളർത്തുക എന്നുള്ളതാണ്. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരവധി പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. വീടുകളിൽ തന്നെ ഉണ്ടാവും, സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് കുട്ടികൾ എടുത്തതുണ്ടാവും. അതിലെല്ലാം ഉപരിയായിക്കൊണ്ട് ഇപ്പോൾ ഫോണുകളിൽ ഡോക്യുമെൻ്റ്സ് ആയിട്ട് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അതിൻ്റെ പ്രതീതി വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണ് കുട്ടികളിൽ കാണേണ്ടത്. മുതിർന്നവർക്കും വായന ആകാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സംഘടനകൾ, അതിലുപരി ചില മാസികകളൊക്കെ ഇത്തരം ഒഴിവു ദിനങ്ങളിൽ വായിച്ച പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പുകൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇത്തരം പ്രോത്സാഹനങ്ങളാണ് നമ്മൾക്കിടയിൽ വേണ്ടത്. ഇത്തരം പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും വായനാശീലമുള്ള കുട്ടികളായിട്ട് മാറണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്, നിങ്ങളുടെ കൊഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ചുമുള്ള ചിന്തകളാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പഠിച്ച കഴിഞ്ഞ 2019 പോലത്തെ വർഷം എങ്ങനെയാണ് കഴിഞ്ഞു പോയത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തിന് നിങ്ങളുടെ പ്രതീക്ഷകളും അവസ്ഥകളും എന്താണ്? നിങ്ങളുടെ ലക്ഷ്യബോധം എങ്ങനെയുള്ളതാണ്? അങ്ങനെ കഴിഞ്ഞു പോയ എൻ്റെ വർഷവും വരാനിരിക്കുന്ന എൻ്റെ വർഷവും എന്നുള്ള പേരിൽ എഴുതി വെക്കപ്പെടുകയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എഴുത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നാം ജീവിച്ചു പോയി അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് എഴുതി വെക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കപ്പെടുമ്പോൾ വരും ഭാവിയിൽ മറ്റുള്ള തലമുറകൾക്ക് കൂടി കാര്യങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് കൂടി അതിൻ്റെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം സമയങ്ങൾ വരുമ്പോൾ, ഇന്ന് ഇത്തരം അവധികൾ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ള ഈ അവധി ഒരുപാട് ദൈർഘ്യം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയത്ത് മൊബൈൽ ഫോണിൻ്റെയും TV-യുടെയും മറ്റും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം കുട്ടികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. രക്ഷിതാക്കൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്നും മാറ്റി അവരെ കൊണ്ടുവന്നുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്തിനുള്ളിൽ മാത്രം അവർക്ക് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുകയും അത് കൃത്യമായിട്ട് മൊബൈലിൻ്റെ ഗുണാത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് വേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് ഗെയിമുകൾ പോലത്തെ, സീരിയലുകൾ പോലത്തെ, അനാവശ്യമായിട്ടുള്ള സിനിമകൾ പോലത്തെ കാര്യങ്ങളിലേക്ക് സമയത്തെ സ്പെൻഡ് ചെയ്തുകൊണ്ട് കുട്ടികൾ സമയത്തെ ഉപയോഗിക്കാതെ ചിലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് പ്രയാസങ്ങളിലേക്ക് എത്തുന്നത്. ആയതുകൊണ്ട് മൂന്നാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൊബൈലിനെ, ഇലക്ട്രോണിക് വസ്തുക്കളെ, സോഷ്യൽ മീഡിയയെ നെഗറ്റീവായ രീതിയിൽ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ക്ലീനിങ്, ശുചിത്വ സംവിധാനമുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. നിങ്ങളുടെ വീട് ശുചിയാക്കാം, പരിസരം ശുചിയാക്കാം. വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പ്രിയമുള്ള മക്കളെ നമ്മുടെ പരിസര ശുചിത്വം. അപ്പോൾ ഈ നല്ലൊരു അവസരമായിട്ട് കിട്ടിയിരിക്കുകയാണ്. കുടുംബത്തിൽ, വീട്ടിലുള്ള എല്ലാ ആളുകളും നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും പരസ്പര ധാരണ, സഹകരണത്തോട് കൂടിയിട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യുന്നതിനും വീടിൻ്റെ പരിസരം ക്ലീൻ ചെയ്യുന്നതിനും നമ്മുടെ മുറികൾ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സൽപ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമേ ഈ അവസരത്തിലെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നല്ല ഭക്ഷണം കഴിച്ച് ഈ അവസരത്തെ നല്ല ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വൈറസും മറ്റും പകരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൈകൾ കൃത്യമായിട്ട് കഴുകുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക.
എല്ലാതും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വായനാശീലം നന്നായിട്ട് ഉണർത്തിക്കൊണ്ടുവരിക, കുടുംബ ബന്ധങ്ങൾ പുലർത്തുക. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് നിങ്ങൾ ശരീരത്തെയും പരിസരത്തെയും ശുചിത്വമുള്ളവരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നമ്മുടെ ലോകം നമുക്ക് മുമ്പിൽ വളരെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.